അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ കെ സുധാകരനെ? കെ സുധാകരനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രതികരണങ്ങളൊന്നും തന്നെ നൽകാതെയാണ്, അതായത് ഈ മീറ്റിങ്ങിന് പോകുന്ന രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ അതുപോലെ വി ഡി സതീശനെയും സണ്ണി ജോസഫിനെയുമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. രമേശ് ചെന്നിത്തലയുമായി കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഈ രമേശ് ചെന്നിത്തല കൃത്യമായൊരു മറുപടി അതിന് നൽകിയിട്ടില്ല. ഈ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ 4 മണിക്ക് മുമ്പ് തന്നെ ആ പട്ടിക സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടായേക്കാനാണ് സാധ്യത. 50-ലധികം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള തീരുമാനമാണ് ഇതിനോടൊപ്പം തന്നെ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതിൽ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പൂർണ്ണ പട്ടിക തയ്യാറാവും. ഇന്ന് തന്നെ പട്ടികയുടെ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ എൽദോസിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തല ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എൽദോസിന്റെ കാര്യത്തിൽ തീരുമാനം അല്പം വൈകുവാനാണ് സാധ്യത എന്നാണ് പുതുതായി ലഭിക്കുന്ന വിവരം. ഈ 55 മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തിറക്കുമെന്നായിരുന്നു വി ഡി സതീശൻ പറഞ്ഞിരുന്നത്. അത് നടന്നില്ല. പക്ഷേ ഏത് നിമിഷവും ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം 3-നും 4-നും ഇടയ്ക്ക് പട്ടിക പുറത്തു വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കാരണം ഈ പട്ടിക സംബന്ധിച്ചുള്ള ധാരണ ആയിക്കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ചില നടപടിക്രമങ്ങൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്ത് നിന്നുള്ള ഈ പട്ടിക പുറത്തിറക്കുന്നതിനുള്ള നടപടി, അതായത് അതിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നതിന് കോൺഗ്രസ് അധ്യക്ഷന്റെ ഒപ്പ് തുടങ്ങിയവ വേണമായിരുന്നു. അതിനു വേണ്ടിയുള്ള ഒരു കാലതാമസം മാത്രമാണ് ഉള്ളത്. അത് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഏത് നിമിഷവും അല്പസമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുന്നതായിരിക്കും. 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകൾക്കാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫും ഇപ്പോൾ കേരള ഹൗസിൽ നിന്ന് പോയത്. ഈ 2ാം ഘട്ട ചർച്ചയിൽ 20ഓളം മണ്ഡലങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. അങ്ങനെ അതിൽ ഒരു ധാരണ ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അതല്ല എങ്കിൽ നാളെ രാവിലെയോ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി വീണ്ടും യോഗം ചേർന്ന് ആ പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതായിരിക്കും. ഫലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന് ഏറ്റവും വലിയ തലവേദന ഈ ഘട്ടത്തിലും ഉണ്ടാകുന്നത് കണ്ണൂർ MP ആയ കെ സുധാകരന്റെയും അതുപോലെ തന്നെ അടൂർ പ്രകാശിന്റെയും കാര്യത്തിലാണ്. രണ്ടുപേരും സീറ്റ് നൽകില്ല എന്ന ഒരു പൊതുധാരണ കോൺഗ്രസിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ സുധാകരൻ കടുത്ത അതൃപ്തിയിലാണ്. ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ വെച്ച് മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹം വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു.